വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. നമ്മൾ ഇന്ന് ബേസിക് സീരീസിൽ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയോ? നമുക്ക് ഇന്നൊരു ഹോൾ വീക്കിനെ എങ്ങനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാമെന്ന് പഠിക്കാം. അപ്പം നമ്മൾ വീക്ക് എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ആഴ്ച. അപ്പം നമ്മൾ ആഴ്ച എന്ന് പറഞ്ഞില്ലേ, ഈ ആഴ്ചയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയുക? ഹഫ്ത. ഇത് ഒരാഴ്ചയാണെങ്കിലാണ് ഹഫ്ത എന്ന് പറയുക. ഒരുപാട് ആഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹഫ്തേ. അതായത് ഇപ്പോൾ 2 ആഴ്ചകൾ എന്നൊക്കെ പറയാനാണെങ്കിൽ ദോ ഹഫ്തേ, 3 ആഴ്ചകൾ എന്ന് പറയാനാണെങ്കിൽ 3 ഹഫ്തേ എന്നിങ്ങനെ പറയണം. ഹഫ്ത എന്നത് ഹഫ്തേ എന്നായി മാറും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു ആഴ്ചയെ കംപ്ലീറ്റ് ആക്കുന്ന എല്ലാ ഡേയ്സിൻ്റെയും പേര് ഹിന്ദിയിൽ പഠിക്കാം. അതായത് മൺഡേ മുതൽ അടുത്ത സൺഡേ വരെ നമുക്ക് ഹിന്ദിയിൽ പറയാൻ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൺഡേ, തിങ്കളാഴ്ചയെക്കുറിച്ചാണ്. തിങ്കളാഴ്ചയ്ക്ക് എന്താണ് നമ്മൾ ഹിന്ദിയിൽ പറയുക? സോമവാർ. സോമ എന്ന് വെച്ചാൽ തിങ്കൾ, ആഴ്ച എന്ന് നമ്മൾ പറയില്ലേ ദിവസത്തിന്, അതിനാണ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ തിങ്കളാഴ്ച, സോമവാർ. നമുക്കിതിനൊരു ഉദാഹരണം നോക്കാം. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയും? ആജ് സോമവാർ ഹേ എന്ന് പറയാം. ആജ് സോമവാർ ഹേ. ഇനി അതുപോലെ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയാം? ചൊവ്വ എന്നതിന് നമ്മൾ മംഗൾ എന്നാണ് പറയുക. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കത് മംഗൾ വാർ എന്ന് പറയാം. ഈ മംഗൾവാരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. മംഗൾയാൻ എന്നൊരു പേടകം നമ്മൾ ഇന്ത്യ വിട്ടത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ മംഗൾവാർ, മംഗൾവാർ, മംഗൾയാൻ നിങ്ങളെ ഓർത്ത് വയ്ക്കുക. ചൊവ്വാഴ്ചയ്ക്ക് മംഗൾവാർ എന്നാണ് പറയുക. ഇനി നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. എനിക്ക് ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം? മുജേ മംഗൾവാർക്കോ ക്ലാസ് ഹേ എന്ന് പറയാം. മുജേ മംഗൾവാർക്കോ ക്ലാസ് ഹേ. അപ്പം നമുക്കിനി അടുത്ത ഡേയിലേക്ക് പോകാം. അടുത്ത ഡേ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ബുധനാഴ്ചയ്ക്ക് എന്താണ് ഹിന്ദിയിൽ പറയാമെന്നറിയോ? ബുധവാർ. അതായത് ബുധനാഴ്ച, ബുധവാർ. ഈസി അല്ലേ ഓർത്ത് വെക്കാൻ? അപ്പം നമുക്ക് ബുധവാറിനെ കുറിച്ചൊരു ഉദാഹരണം നോക്കാം. ഞാൻ ബുധനാഴ്ച മാർക്കറ്റിൽ പോകും. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കിയാലോ? ഞാനുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയാ? മേ ബുധവാർക്കോ ബാസാർ ജാത്താ ഹൂ. ഞാൻ ബുധനാഴ്ച മാർക്കറ്റിൽ പോകും. ഞാൻ ബുധനാഴ്ച മാർക്കറ്റിൽ പോകും. മേ ബുധവാർക്കോ ബാസാർ ജാത്താ ഹൂ. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത ഡേയിലേക്ക് പോകാം. വ്യാഴാഴ്ച. വ്യാഴാഴ്ചയാണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാറുള്ളത്. ഈ വ്യാഴവും വെള്ളിയും എപ്പോഴും പലരോടും മാറിപ്പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, വ്യാഴാഴ്ചയ്ക്ക് പറയുന്നത് ഗുരുവാർ എന്നാണ്. വ്യാഴാഴ്ച ഗുരുവാർ. അപ്പോൾ നമുക്ക് ഗുരുവാറിനെ യൂസ് ചെയ്തിട്ട് ഒരു ഉദാഹരണം നോക്കിയാലോ? ഈ വ്യാഴാഴ്ച എനിക്കൊരു ടെസ്റ്റ് ഉണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയാം? ഈസ് ഗുരുവാർക്കോ മേരാ ഏക്ക് ടെസ്റ്റ് ഹേ. ഈസ് ഗുരുവാർക്കോ മേരാ ഏക്ക് ടെസ്റ്റ് ഹേ. ഈ വ്യാഴാഴ്ച എനിക്കൊരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് വെള്ളിയാഴ്ചയിലേക്ക് പോകാം. വെള്ളിയും വ്യാഴവുമാണ് എല്ലാവരോടും കൺഫ്യൂഷൻ ആവുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്ക് വെള്ളിയാഴ്ചയിലേക്ക് പോകാം. വെള്ളി എന്നതിന് നമ്മൾ എന്താ ഹിന്ദിയിൽ പറയാ? വെള്ളിയാഴ്ചയ്ക്ക് ശുക്രവാർ എന്നാണ് പറയാ. മറന്നു പോകരുത്, ശുക്രവാർ. അപ്പം നമുക്ക് ശുക്രവാറിനെ കൊണ്ടിട്ട് ഒരു ഉദാഹരണം പറയാം. ഏറ്റവും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെ പറഞ്ഞുതരാം. ഈ വെള്ളിയാഴ്ച ഹിന്ദി യൂണിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇസ് ശുക്രവാർക്കോ ഹിന്ദി യൂണിക്ക് നയ് ബാച്ച് की शुरू होगी. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് കിടക്കാം. അടുത്തത് ഏറ്റവും സിമ്പിളാണ്. എല്ലാ മലയാളികളും എപ്പോഴും ഡയറി ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ടൈം മുതലേ എഴുതി പോകുന്നൊരു ഡേ ആണ്. ശനിവാർ അല്ലേ? ശനിയാഴ്ചയ്ക്ക് ഹിന്ദിയിൽ ശനിവാർ എന്നാണ് പറയാം. അപ്പം നിങ്ങൾക്ക് ശനിവാറിനെ കുറിച്ചിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഈ ശനിയാഴ്ച ലീവാണ് എന്നെങ്ങനെ ഹിന്ദിയിൽ പറയും? ഇസ് ശനിവാർക്കോ ചുട്ടി ഹേ. ഇസ് ശനിവാർക്കോ ചുട്ടി ഹേ എന്ന് പറയാം. ചുട്ടി എന്നാണ് ലീവിന് പറയാം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായോ? എല്ലാവർക്കും ഓർമ്മയുള്ളൊരു വാരമാണ് ശനിവാർ അല്ലേ? അപ്പം നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൺ ഡേ ആയിട്ടുള്ള സൺഡേയിലേക്ക് പോകാം. സൺഡേക്ക് എന്താണ് ഹിന്ദിയിൽ പറയുക? രവിവാർ. സൂര്യന് നമ്മൾ ഹിന്ദിയിൽ രവി എന്ന് പറയും. അതുകൊണ്ടാണ് സൺഡേക്ക് രവിവാർ എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് രവിവാറിനെ കുറിച്ചൊരു ഉദാഹരണം നോക്കിയാലോ? ഈ ഞായറാഴ്ച ഞങ്ങൾ സിനിമ കാണാൻ പോകും. ഇസ് രവിവാർക്കോ ഹം ഫിലിം ദേഖ്നെ ചലേംഗെ. ഇസ് രവിവാർക്കോ ഹം ഫിലിം ദേഖ്നെ. ഹംന്ന് ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ദേഖ്നെ എന്നായത്. ഹം ഫിലിം ദേഖ്നെ ചലേംഗെ. ചലേംഗെ എന്നായി മാറി. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.